നെടുമ്പന ഗ്രാമപഞ്ചായത്ത് വയോജന ക്ലബ്ബിൽ ബോണസ് വിതരണം നടത്തി. പഴങ്ങാലം 1-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന വയോജന ക്ലബ്ബിലാണ് അംഗങ്ങൾക്ക് ബോണസ് വിതരണം ചെയ്തത്. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പഴങ്ങാലം 1-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന വയോജന ക്ലബ്ബിലെ അംഗങ്ങൾക്കാണ് ഓണം ബോണസ് നൽകിയത്. ഈ വർഷത്തെ ഓണം ബോണസായി ഓരോ അംഗങ്ങൾക്കും ലഭിച്ചത് 4300 രൂപ വീതമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകുമാരി ബോണസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ വയോജന നയമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ അതിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു വയോജന കൂട്ടായ്മ അംഗൻവാടികളിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട് വയസ്സാവുകയാണ്. ചെറുപ്പക്കാരൊക്കെ പല നാടുകളിലേക്ക് പോകുന്നു. കൂടുതൽ ആളുകൾ വയോജനങ്ങളായി വരികയാണ്. അപ്പോൾ കൂടുതൽ പരിഗണന നൽകേണ്ടത് പ്രായമായവർക്ക് തന്നെയാണ്. ഇവിടെ പറഞ്ഞതുപോലെ മരുന്നോ ആഹാരമോ ഒന്നും അല്ല ഇപ്പോൾ വലിയ പ്രശ്നമായിട്ടുള്ളത്. ഈ പറയുന്ന അതിലേറ്റവും നല്ല മാർഗ്ഗം ഈ ഒരു അയൽക്കൂട്ടം പോലെ നിങ്ങൾ കൂടുകയും കുറച്ച് സമയം നമ്മളൊന്നും അറിയുന്നില്ല, എല്ലാവരെയും കണ്ടു വിശേഷങ്ങൾ ചോദിച്ചു. അങ്ങനെയാണ് അയൽക്കൂട്ടം വന്നതും. അങ്ങനെയാണ് സ്ത്രീകളെല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന് ഇതേ അവസ്ഥയിൽ ഇരുന്നവരാണല്ലോ. എല്ലാവരും മക്കളെയും ഭർത്താവിനെയും എല്ലാം പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ ഇരുന്ന സ്ത്രീകൾ ആ സമയത്ത്, അതും എനിക്ക് ഒരു അനുഭവമുള്ള കാര്യമാണ്. അപ്പം അത് പിന്നെ ഈ അയൽക്കൂട്ടം ആയപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഉത്സാഹവും അപ്പുറത്തോട്ട് ഇറങ്ങാനുള്ള അവസരവും ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും അന്ന് പിന്നെ ആരോഗ്യം ഉണ്ട്. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ. അപ്പൊ ഈ ഒരു കൂട്ടായ്മ ഏറ്റവും പ്രധാനമാണ്. അത് നിലനിർത്തി പോവേണ്ട വേണം. കൂടുതൽ ആളുകളെ പറഞ്ഞതുപോലെ മറ്റ് ഒരു ഗ്രൂപ്പ് ഇപ്പൊ എത്രത്തോളം ആളുകൾ എന്ന് ആരെയും നമ്മൾ ഒഴിവാക്കരുത്. ഒരാൾ പോലും നോ പറഞ്ഞു പോകരുതെന്നുള്ളത്. പഞ്ചായത്ത് അംഗം എം റഹീം അധ്യക്ഷത വഹിച്ചു. അതെ, ആ 15,000 രൂപ അന്ന് പ്രോജക്റ്റ് വെച്ച് ആണ് ഈ 15,000 രൂപ നിങ്ങൾക്ക് വയോജന ക്ലബിന് തന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ പഞ്ചായത്തിൽ ഇങ്ങനെ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം എന്തുപോയാലും ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, കോവിഡും മറ്റ് കാര്യങ്ങളും എല്ലാം വന്നപ്പോഴത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടാണ് പല രീതിയിലും ഇങ്ങോട്ടും ഒക്കെ പോയി ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രോജക്റ്റുകൾ പലതും നമുക്ക് പഴയതുപോലെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ എല്ലാം ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ ഭരണസമിതി വലിയ കാലതാമസമില്ലാതെ വരികയും ചെയ്യും. ആ സമിതിയുടെ കാലത്ത് എങ്കിലും നമ്മൾ ഇപ്പോഴുള്ള ഞങ്ങൾ അതിനു വേണ്ടി വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വയോജന ക്ലബ്ബുകളും അതുപോലെ തന്നെ വയോജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനവും നടത്തുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്നാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. പഴങ്ങാലം 1-ാം വാർഡിൽ 104-ാം നമ്പർ അംഗനവാടി വർക്കർ ലീലാമണിയുടെ മേൽനോട്ടത്തിൽ 2011-ലാണ് വയോജന ക്ലബ്ബ് ആരംഭിച്ചത്. പഞ്ചായത്തിൽ നിന്നും 15,000 രൂപ ആ കാലയളവിൽ ക്ലബിന് അനുവദിച്ചു. വയോധികർക്ക് വരുമാനമാർഗമുണ്ടാകുന്നതിനായി കോഴി വളർത്തൽ, താറാവ് വളർത്തൽ എന്നിവയും ആരംഭിച്ചു. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എല്ലാവരും മുതൽക്കൂട്ടായി ശേഖരിച്ചു. എല്ലാ മാസവും യോഗങ്ങൾ കൂടി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. എല്ലാ മാസവും എല്ലാ അംഗങ്ങളും 50 രൂപ വീതം ബാങ്കിൽ അടയ്ക്കും. ഈ സമ്പാദ്യത്തിന് പുറമെ അവരുടെ വരുമാന മാർഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം ഓരോ വർഷവും ഓണസമയത്ത് ബോണസായി വീതിച്ചു നൽകും. ഇങ്ങനെയാണ് ഓരോ അംഗത്തിനും ഇത്തവണ 4300 രൂപ വീതം ഓണം ബോണസ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.